Hello viewers, namaste. Welcome back to my new video. In the video, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ് വിൻ ട്രേഡറിന്റെ സോഫ്റ്റ് ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് ഞങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കറക്റ്റ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ്, അതായത് ഓപ്ഷനിൽ കറക്റ്റ് ബൈ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എങ്ങനെ പിക്ക് ചെയ്യാം, അതുപോലെ സ്ട്രൈക്ക് സെലക്ഷൻ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് ഇത് ഓഫ്ലൈൻ മാർക്കറ്റാണ്, നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ വീഡിയോയുടെ താഴെ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഓഫീസ് വിസിറ്റ് ആണെങ്കിൽ ഓഫീസിൽ വരാവുന്നതാണ്. 15 ഇയേഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പം ഇതിനകത്ത് വെച്ചാൽ ഒരു പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. 80 to 90% നമുക്ക് ഇതിനകത്ത് ആക്യുറസി റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിഫ്റ്റിയിൽ ലൈവ് മാർക്കറ്റ് ആകുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരുക. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇതിനകത്ത് ഗ്രീൻ കളർ വരുന്ന അപ്പാർ നമുക്ക് ബൈജാൾ ഇൻഡിക്കേഷൻ തരുന്നു, റെഡ് ആരോ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തരുന്നത്. സിഗ്നൽസ് വരുമ്പോൾ അലേർട്ട് മെസ്സേജ് ഫസ്റ്റ് വരും. ഈ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ടോടെ നമുക്ക് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സിഗ്നലിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈ. അപ്പം നിഫ്റ്റി ബൈ വരുമ്പോൾ നിഫ്റ്റി ആരോ വന്ന ശേഷം നിഫ്റ്റി ബൈ ആയിട്ടെന്ന് നമുക്ക് ഇവിടെ എഴുതി കാണിച്ചാൽ നിഫ്റ്റി ബൈ ആയിട്ട് 22,403. അതായത് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കോൾ ഓപ്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു ലെവൽ ഇവിടെ എഴുതി കാണിച്ചില്ല. ആ ലെവലിൽ നിന്നാണ് നിഫ്റ്റി എന്ത് വന്ന ബൈയിലോട്ട് വന്നത്. അപ്പം നമ്മൾ ആ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് എടുക്കുക. 22,403 നിന്നപ്പോഴത്തേക്കാണ് നിഫ്റ്റി ബൈയിലോട്ട് വന്നത്. അപ്പോൾ അത് മാർക്കറ്റിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 22,400 എന്താകണം, അഡ്ഡമണിയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റ് തന്നെ എടുക്കുക, അതായത് 22,400 തന്നെ എടുക്കുക. അപ്പം ഇന്തമണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 100-200 പോയിട്ട് താഴെ ഇടുക. അതായത് 22,300 അതിൻ്റെ താഴെ 200 അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് അങ്ങനെ എടുക്കാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ആ 400 ലെവലിൻ്റെ മേലോട്ട് എടുക്കുക. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിംഗിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ ചാർട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. അതായത് ഞാനിപ്പോൾ ഒരെണ്ണം കാണിക്കുന്നത് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. കോൾ ഓപ്ഷൻ 22,300. അപ്പം നമുക്ക് ഇതേപോലുള്ള സെപ്പറേറ്റ് ചാർട്ട് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ചാർട്ടിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. നിഫ്റ്റി ബൈ കിട്ടുമ്പോൾ നമ്മൾ ഓപ്ഷൻ ചാർട്ട് എടുക്കുക, ഓപ്ഷന് ബൈ ഉണ്ടാകുന്ന നോക്കുക. അതായത് നമ്മൾ ഓപ്ഷൻ ട്രേഡ് ആകുമ്പോൾ കോൾ ഓപ്ഷൻ പോയാലും പുട്ട് ഓപ്ഷൻ പോയാലും അവിടെ എന്തേ കാണിക്കാവുള്ളൂ, ബൈ തന്നെ കാണിക്കാവുള്ളൂ. ഈ ബൈ ഇവിടെ ആരോ ഉണ്ട്. ഇനി നമ്മളിത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. സിമ്പിളാണ്, ഇതൊക്കെ പെട്ടെന്ന് ഇവിടെ നമുക്ക്, കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നോളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ബൈ ഇവിടെ ഉണ്ട്, പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്ന് നോക്കുക, ഓക്കെ ആണ്. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ഈ ബാറില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒറ്റ ബാറായിട്ട് തോന്നും. അങ്ങനെയല്ലത്, ഇത് ഓരോ ക്യാൻഡിലും ആണോ താഴെ ഓരോ ബാർ ഫോം ചെയ്യുന്ന. സിഗ്നൽ വരുമ്പോൾ താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാറ് ഗ്രീൻ ആയി നോക്കുക. ഇൻ കേസ് ഗ്രീൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്യാൻഡിന് ശേഷം ഗ്രീൻ ആയാലും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു കേസിൽ നോക്കി ഈ ഒരു ബൈ വന്നിരിക്കുന്ന റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്താണ് ബൈ വന്നിരിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സോഫ്റ്റ് ഇവിടെ എഴുതി കാണിച്ചൊരു 128.10 എന്നുള്ളത്, അതായത് 22,300 എൻട്രി പോയിന്റാണ് 128.10. നമ്മളവിടെ എൻട്രി എടുത്തെന്ന് വിചാരിക്കുക. 140 സോഫ്റ്റ് എക്സിറ്റ് പറഞ്ഞിട്ടുണ്ട്. 151, 160 3 എക്സിറ്റ് ലെവലുണ്ട്. ഇത് നിങ്ങൾ റിസ്കി ട്രേഡേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് തേർഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നോക്കുക, കാരണം അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് പോകത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ അവിടെ ചെയ്യണം. അവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബാക്കി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ഓപ്ഷൻ ചാർട്ട് കൺഫേം ആണെങ്കിൽ എൻട്രി എടുക്കുക. ഈ പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ഡെമോയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒന്നെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.